കേരളത്തിൽ വീണ്ടും പിടിയിലായി ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധനായ മോഷ്ടാവ് ബണ്ടി ചോർ. തൃശൂരിലെ കവർച്ചാ കേസിലാണ് ബണ്ടി ചോറിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കോഴിക്കോടും കൊട്ടിയൂരും പാനത്തൂരും കൽപ്പറ്റയിലും പോലീസ് ഇയാളെ കൊണ്ടുപോയി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. നിരവധി വീടുകളിലെ കവർച്ചകളുമായി ബന്ധമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ബണ്ടി ചോർ വീടുകളിലെ സുരക്ഷാ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ച രീതിയിലായിരുന്നു കവർച്ചകൾ നടത്തിയത്. ഏത് വീടാണ് ഒഴിഞ്ഞുകിടക്കുന്നത്, ഏത് സമയമാണ് കയറാൻ അനുയോജ്യം, എങ്ങനെ ആരും അറിഞ്ഞുകൂടാതെ അകത്തേക്കും പുറത്തേക്കും കടക്കാം, എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്താണ് പ്രവർത്തിച്ചിരുന്നത്. ബണ്ടി ചോർ ഒളിവിൽ താമസിച്ചിരുന്ന വാടക വീടും ഉപയോഗിച്ചിരുന്ന മൊബൈൽ സിം കാർഡുകളും കവർച്ചയിൽ ലഭിച്ച സ്വത്തുക്കൾ കൈമാറ്റം ചെയ്ത രീതിയും പോലീസിന് ഇപ്പോൾ ലഭിച്ച പ്രധാന വിവരങ്ങളാണ്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി നൂറുകണക്കിന് കേസുകളിൽ ബണ്ടി ചോർ പ്രതിയായിട്ടുണ്ട്. നിരവധിയായി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ തവണയും പോലീസിനെ ചതിച്ച് രക്ഷപ്പെടുന്ന ചരിത്രമാണ് ബണ്ടി ചോറിന്. 2013 പോലീസിന്റെ പിടിയിലായ ശേഷവും കസ്റ്റഡിയിൽ നിന്ന് വഴുതി വീണു. വീണ്ടും സംസ്ഥാനത്ത് കയറിപ്പറ്റി കവർച്ചാ പ്രവർത്തനം തുടക്കമിട്ടെന്നാണ് അന്വേഷണത്തിൽ സൂചന. ഇപ്പോൾ കൂടുതൽ ദിവസത്തെ കസ്റ്റഡിക്കായി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പുതിയ വിവരങ്ങളും കൂടുതൽ കേസുകളും പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണ്.